ജെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു മോക്കും പേരാണ്. ജീവിതകാലം മൊത്തം ഉണ്ടാകും. കാരണം ഞാൻ ഒരു ദിവസം പോലും, ഒരു വെള്ളിയാഴ്ച പോലും ഓളത്ത് പോകാത്ത ദിവസങ്ങളില്ല. പഠിച്ചവൻ്റെ ജെസ്സിക്ക് കബറിയുടെ വിശാലമായി കൊടുക്കട്ടെ. നമ്മൾ കൂടുതലും പണ്ടൊക്കെ ചുരിദാർ അട്ടിയുന്നത്. പിന്നെ ജെസ്സി വാങ്ങിയാണെങ്കിലും ചുരിദാറാണ് വാങ്ങൽ. അപ്പം ഞാനിനി ഓളില്ലെങ്കിലും ഓളില്ലാത്തൊരു കുറവ് കുറച്ച് വരുത്തരുത് എന്നുള്ള രീതിയിൽ ചുരിദാറിനാക്കി. ഫർദല്ല വാങ്ങിയില്ല. ഫർദനേക്കാളും രസം ചുരിദാറാണ്. അപ്പം ഇതിട്ടിട്ട് എൻ്റെ കല്യാണത്തിന് വരുന്നുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ജെസ്സിയെയും ആഷിഖിനെയും അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. അത്രമേൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ദമ്പതികളായിരുന്നു ജെസ്സിയയും ആഷിഖും. ഇപ്പോഴിതാ പുതിയൊരു സന്തോഷകരമായ ഒരു കാര്യം പങ്കുവെക്കാനുണ്ട്. ആഷിഖിൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ ഇന്നലെ ആഷിഖിനെ വിളിച്ചിരുന്നു. അപ്പോൾ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ സന്തോഷം പങ്കുവെച്ചപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. കാരണം അവർ ലൈഫ് അറിയുമ്പോഴാണ് ആ കല്യാണത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കത് ഫീൽ ചെയ്യാം. അത്ര വലിയ പ്രതിസന്ധികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു വന്ന ഒരാളാണ് ആഷിഖ്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ജെസ്സിയയും ആഷിഖും. നല്ല കാണാൻ സുന്ദരിയായിരുന്നു ജെസ്സിയ. പക്ഷേ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോഴേക്കും അവർക്ക് ഗുരുതരമായ ക്യാൻസറാണെന്ന് മനസ്സിലാവുകയും പിന്നീട് ആ ക്യാൻസറിനോട് മല്ലിട്ട് ആ ഒരു ആശുപത്രി ലൈഫ് അങ്ങനെ വലിയ പ്രതിസന്ധികളായിരുന്നു. പിന്നീട് അതൊക്കെ മാറി എന്ന് പ്രതീക്ഷിച്ച് ലൈഫിലേക്ക് തിരിച്ചു വരുന്ന കരുതിയിരുന്നിടത്താണ് വീണ്ടും അത് ഗുരുതരമായിട്ട് മാറി ശരീരമാകെ ശോഷിച്ച് ഇല്ലാതെയായിട്ട്. ആ ഒരു മരണസമയത്താണ് ഞാൻ ഈ മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു ദമ്പതികൾ ഉള്ളതെന്നെ ഞാൻ അറിയുന്നത്. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. അവരെ കഥകളൊക്കെ നമുക്കറിയാം. അത്ര വലിയ സ്നേഹമായിരുന്നു രണ്ടുപേരും. മരണത്തിൻ്റെ തൊട്ട് മുൻപും ജെസ്സിയ വീഡിയോയിലൂടെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ജെസ്സിയ വേർപിരിഞ്ഞു. ഞാൻ ആ സമയത്തൊക്കെ അവരെ വീട്ടിൽ പോയിരുന്നു. വളരെ വലിയൊരു വിഷമാവസ്ഥയിലായിരുന്നു അന്നൊക്കെ. ഏതായാലും ഇന്ന് ആ ഒരു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ ഒരു ഡ്രസ് കടയുണ്ട്. ഇപ്പോൾ ഇതാ രണ്ടാമത് നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ്. ആ സന്തോഷം അള്ളാഹു ആഷിഖിന് ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു ദാമ്പത്യം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കാരണം അത്രയും വലിയ വേദനകളിലൂടെ കടന്നു വന്ന ഒരാളാണ്. എൻ്റെ നിക്കാഹാണ്, കല്യാണമാണ്, ചെറിയൊരു പരിപാടിയാണ്, ചെറിയൊരു ഫംഗ്ഷൻ. അപ്പം ഉമ്മാക്ക് ഉള്ള ഡ്രസ്സ് കൊണ്ട് വന്നാൽ ഞാൻ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടോ? എങ്ങനെയുണ്ട്? നിങ്ങളെ അഭിപ്രായം പറയും. ഇൻഷാ അല്ലാഹ് നമ്മളെ നിക്കാഹുണ്ട്. പിന്നെ ചെറിയൊരു പരിപാടിയാണ്, ചെറിയൊരു ഫംഗ്ഷൻ. അപ്പോൾ ഉമ്മാക്കുള്ള ഡ്രസ്സ് കൊണ്ട് വന്നതാണ് ഞാൻ. പിന്നെ ചെറിയ രീതിയിൽ നിക്കാഹ് ചെയ്ത് കൊണ്ടുവരണം. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. വലിയൊരാളോ ആരോ ഒന്നുമില്ല. നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ആൾ മാത്രം പോയി അവിടെ കുറച്ചാൾ പോയിട്ട് നിക്കാഹ് ചെയ്ത് പോരും. പിന്നെ ഇവിടുന്ന് ചെറിയ രീതിയിൽ അവിടുന്ന് ആൾ വരുമ്പോൾ നമുക്ക് പറ്റും. പിന്നെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം ഉമ്മാക്ക് നല്ലൊരു ഡ്രസ്സ് എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മാക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉഷാറായില്ലേ? ഇതാ ചുരിദാർ തന്നെയാണല്ലോ നിങ്ങൾക്ക് ഇല്ലാത്തത്. അപ്പോൾ പിന്നെ ചുരിദാർ തന്നെയാണ് ആക്കി ഞാൻ. അത് കളർഫുള്ളായിക്കോട്ടെ എഴുതി. കളർഫുള്ളായിക്കണോ? എന്നാ മതി. എന്നാ അടുത്ത് വെച്ചോളി. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലുണ്ട് ഇത് മറ്റുള്ളവർ ഇനിയിപ്പോൾ എന്താ വിചാരിക്കുക, ജെസ്സിയെ മറക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും മറക്കുന്ന ഒരാളല്ല. ആഷിഖിനെ അറിയുന്ന ആളുകൾക്കറിയാം ജെസ്സിയെ മറക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അത് മരിച്ചു കഴിഞ്ഞ ഒരാളല്ലേ. ഇനിയിപ്പോൾ അതിന് പുതിയ കല്യാണങ്ങളൊക്കെ ആയാൽ അത് പുതിയ ലൈഫായിട്ട് അങ്ങനെ പോകും. അങ്ങനെ ഒരാളല്ല ആഷിഖ്. ആഷിഖിൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ ഞാൻ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആ ഫാമിലി വ്ളോഗേഴ്സൊക്കെ പൊതുവെ സ്ത്രീകളായിരിക്കും വീഡിയോ അധികം ചെയ്യുന്നുണ്ടാവുക. അതിനൊരുപാട് കാഴ്ചക്കാരുണ്ട്. പക്ഷേ ഒരു പുരുഷൻ വീഡിയോ ചെയ്തിട്ട് അതിന് ഇത്രയും അധികം ഒരു ഹേറ്റേഴ്സും ഇല്ലാതെ ഇത്രയും പിന്തുണയുള്ള ഒരു വ്ളോഗർ ഞാൻ കണ്ട കാഴ്ചയിൽ അത് ആഷിഖ് മാത്രമേ ഉള്ളൂ. വേറൊരാളുണ്ടാവില്ല. ഒരു പക്ഷേ ജെസ്സിയയുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു തുടങ്ങിയ ആളുകളായിരിക്കും ഇന്നും ആഷിഖിൻ്റെ വീഡിയോ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ പലരും സംശയം ഉണ്ടായിരിക്കും ഇനി ജെസ്സിയാനെ ആഷിഖ് മറക്കും. അതാണ് ആഷിഖ് പറയുന്നുണ്ട് കൃത്യമായിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ മാറില്ല ആദ്യം മുറിക്കും തന്നെയാണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ജെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു മോക്കും പേരാണ്. ജീവിതകാലം മൊത്തം ഉണ്ടാകും. കാരണം ഞാൻ ഒരു ദിവസം പോലും, ഒരു വെള്ളിയാഴ്ച പോലും ഓളത്ത് പോകാത്ത ദിവസങ്ങളില്ല. പഠിച്ചവൻ്റെ ജെസ്സിക്ക് കബറിയുടെ വിശാലമായി കൊടുക്കട്ടെ. നമ്മളെ പ്രാർത്ഥന എപ്പോഴും അത് തന്നെയാണ്. പിന്നെ ജീവിതമാണ്. ഞാൻ ജീവിതം തുടങ്ങിയിട്ടില്ല. നമ്മളെ സുഹൃത്തുക്കൾ, കുട്ടികളും മക്കളും ജീവിതമൊക്കെ ആയി ജീവിക്കുമ്പോൾ നമുക്ക് ഓല ജീവിതത്തിൽ കുದ್ದಾക്കി പറയല്ല. നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും. പക്ഷേ ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും പഠിച്ചോ നല്ലൊരു ജീവിതം, നല്ലൊരു ദാമ്പത്യം, കുട്ടികളും മക്കളും ജീവിതമൊക്കെ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. ഉമ്മാക്കും നല്ല ആഗ്രഹം പേരക്കുട്ടി കാണാനില്ലേ. എല്ലാവരും ദുആ ചെയ്യണം നമുക്ക് ജീവിതത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ
എന്തൊരു നല്ലൊരു മനുഷ്യനാണെന്നറിയോ. കാരണം ഇന്നത്തെ ഒരു കാലത്ത് മറവി എന്ന് പറഞ്ഞാൽ അനുഗ്രഹമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളാണ്. ഇതിപ്പോൾ എന്തായാലും എന്നും പോയിട്ട് ഖബറിങ് പോയിട്ട് ദുആ ചെയ്യുന്ന അങ്ങനെ ഒരു ജീവിതമാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ആള് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുക, മരണശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിലും വലിയൊരു ഭാഗ്യം എന്താണ് ജെസ്സിക്ക് കിട്ടാനുള്ളത്? ഇങ്ങനെ ഒരു നല്ല ഭർത്താവിനെയാണ് കിട്ടിയത്. ഏതായാലും അത് അധിക കാലം നീണ്ടുപോയില്ല. ഇനി ഇതാ പുതിയൊരു ലൈഫിലേക്ക് ആഷിക്ക് കടന്നു കാണും. ആഷിക്ക് തൻ്റെ ഉമ്മയോട് പറയുമ്പോൾ തന്നെ ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഡ്രസ്സൊക്കെ കൊടുത്ത കാര്യം പറയുമ്പോൾ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഉമ്മയുടെ മുഖത്തൊരു സങ്കടമുണ്ട്. എന്തായാലും സങ്കടം ഉണ്ടാവും, സ്വാഭാവികമല്ലേ. അവർക്ക് ആത്മസംതൃപ്തിയാണ്. ആരും ഇല്ലാത്ത അവർക്കൊരു വീട് വെച്ചു കൊടുത്തു. ആ വീട്ടിലാണ് ഇപ്പോൾ ആ ഉമ്മ കഴിയുന്നത്. ജെസ്സിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്നുള്ളത്. ഈ അസുഖങ്ങളും കാര്യങ്ങളും ചികിത്സകളൊക്കെ ആയിട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അന്നൊക്കെ അവർ ആ സ്വപ്നങ്ങൾ പങ്കുവെക്കുമായിരുന്നു. ഞാൻ ആ സമയത്ത് ആഷിക്കിനൊക്കെ വിളിച്ചപ്പോൾ ആഷിക്ക് പറഞ്ഞൊരു കാര്യം, ഇനി എൻ്റെ ഭാര്യയുടെ മരണശേഷം എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം എൻ്റെ അമ്മായിമ്മക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആഷിക്കന് ആ സ്വപ്നം പൂവണിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പുതിയ വീട്ടിലാണ് ആഷിക്കിൻ്റെ അമ്മായിമ്മയായ ജെസ്സിയുടെ ഉമ്മ കഴിയുന്നത്. മാഷാ അല്ലാഹു അവർക്കൊക്കെ ഹൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ആ ഫാമിലി അറിയുന്ന ആളുകളായിരിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അവർ ആ മകനെ ഒരു മരുമകനായിട്ടല്ല മകനായിട്ടാണ് ജെസ്സിയുടെ ഉമ്മ ആഷിക്കിനെ സ്നേഹിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എൻ്റെ ഷാള് അമ്മ കൂടുതലും പണ്ടൊക്കെ ചുരിദാർ അട്ടിയുന്നത്. പിന്നെ ജെസ്സി വാങ്ങിയാണെങ്കിലും ചുരിദാറാണ് വാങ്ങല്. അപ്പം ഞാനിനി പോളില്ലെങ്കിലും മോളില്ലാത്തൊരു കുറവ് കുറച്ച് വരുത്തരുത് എന്നുള്ള രീതിയിൽ ചുരിദാർ ഞാക്കി ഫർദ വാങ്ങിയില്ല. ഫർദനേക്കാളും രസം ചുരിദാറാണ്. അപ്പം ഇതിട്ടിട്ട് ഞാൻ കല്യാണത്തിന് വരുന്നുണ്ട് കേട്ടോ. ഇതിട്ടിട്ട് കല്യാണത്തിന് വരൂലേ? അപ്പോൾ ആ വീഡിയോയിൽ ഉമ്മയുടെ മൂളലിൽ നിന്നൊക്കെ ഒരു ഉള്ളിലൊരു സങ്കടം ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്രയും പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോയിട്ട് വന്ന ഒരാളാണ്. എന്നാലും ഹൈറായ ഒരു ലൈഫ് ഉണ്ടാവും. അപ്പോൾ അവനും ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ള ആൾക്കാരെ പോലെ സന്തോഷിച്ചൊരു കുഞ്ഞൊക്കെ ഉണ്ടായി ഒരു സന്തോഷത്തോടെ ലൈഫ് ഉണ്ടാവുക എന്നുള്ളത്. എന്തായാലും ആ കുട്ടി ഒരു ഭാഗ്യവതിയാണ്. കാരണം സ്നേഹമുള്ള ഒരാളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുക. അത് 1, 2 അങ്ങനെ നമ്മൾ നമ്പറൊന്നും ഇടണ്ട. 2ാം കല്യാണമാണോ 1ാം കല്യാണമാണോ അതൊന്നുമല്ല. നമ്മളെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന, നമ്മളെ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനെ, ഒരാളൊരു പാർട്ട്ണറെ കിട്ടുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഈ ആഷിക്ക് കല്യാണം കഴിച്ച പെൺകുട്ടി ഭാഗ്യവതിയാണ്, അങ്ങനെ ഒരാളാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വ്ളോഗേഴ്സ് നേരത്തെ പറഞ്ഞല്ലോ, ആ വ്ളോഗേഴ്സിൽ നിന്നൊക്കെ ആഷിക്കിനെ വ്യത്യസ്തനാക്കുന്നത് ഒരാളുടെയും ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരാളാണ് ആഷിക്ക് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മുന്നിലൊക്കെ ഒരുപാട് ഫാമിലി വ്ളോഗർമാരുണ്ട്. അവരെ നമ്മളാ വ്ളോഗൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിലൊരു 80% ഹേറ്റേഴ്സിൻ്റെ കമൻ്റ് ആയിരിക്കും. ഒരു കാര്യം ഉണ്ടാവില്ല, വെറും അസൂയലിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായ വിമർശനങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം. എന്നാലും തെറി പറയുന്ന കുറേ ആളുകളെ കാണാം. പക്ഷെ ആഷിക്കിൻ്റെ വീഡിയോയിലൊക്കെ ആഷിക്കിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ ആഷിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആഷിക്കിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ്. പിന്നെ ചില ആളുകളുടെ ഒരു കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു, ഇപ്പം ഒരു പുരുഷനായതുകൊണ്ട് ഇങ്ങനെ 2 വർഷം കഴിയുമ്പോഴേക്ക് വേറെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞു, ഒരു സ്ത്രീക്കാണെങ്കിൽ ഇങ്ങനെ കഴിയുമോ എന്നുള്ളത്. അങ്ങനെയൊന്നും പറയണ്ട. നമ്മളെന്തായാലും പുനർവിവാഹം എന്നുള്ളതൊക്കെ ഒരു വിപ്ലവകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പങ്കാളി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ഒരാളെ ഓർത്ത് ദുഃഖിച്ചിട്ട് അങ്ങനെ കഴിയണം എന്നുള്ളൊരു സിസ്റ്റം അല്ല ശരിക്കുള്ളത്. ദുഃഖവും വേണം, സങ്കടങ്ങളും വേണം. അതോടൊപ്പം നമ്മുടെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം, റീബിൽഡ് ചെയ്യണം. ആ റീബിൽഡാണ് ഇപ്പോൾ ആഷിക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളതിനെ സ്വാഭാവികമായിട്ടും വളരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ സ്വന്തം പാർട്ട്ണറുടെ മാതാപിതാക്കളെ ഇന്നും സ്വന്തം മാതാപിതാക്കളായിട്ട് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇസ്ലാമിക നിയമം അനുസരിച്ച് തൊട്ട ഒതുമുറിയാത്ത ആളുകളാണ് ഭാര്യയുടെ ഉമ്മയും ഉപ്പയും. തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ആളുകളെ പിന്നീട് എന്തെങ്കിലും കാരണവശാലൊക്കെ അവർ പിന്നെ ആ ഒരു കണക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധങ്ങൾ തന്നെ ഒഴിവാക്കുന്ന ആളുകളെ പൊതുവെ ഉണ്ടാവുക. ഇതിപ്പോൾ ജെസ്സിയ മരണപ്പെട്ടു പോയിട്ടും ഇപ്പോഴും ആ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ കാണാനും അവർക്ക് ഒരു ചുരിദാറൊക്കെ എടുത്തു കൊടുക്കാനും ഒക്കെ ഉള്ള സ്നേഹവും അവരെ നിക്കാഹിൽ ക്ഷണിക്കുന്ന ഉമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇനി അവളെയും കൂട്ടിയിട്ട് ഇവിടെ ഒന്ന് വരണം, അവരുടെ ഉള്ളിൽ ആ ഒരു മകളെ ആയിട്ടായിരിക്കും ആ ഉമ്മ കാണുന്നുണ്ടാവുക. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കട്ടെ. നല്ല കാണാൻ ഭംഗിയുണ്ടാവുന്ന സമയത്ത് പ്രണയിച്ച് കല്യാണം കഴിച്ച് ലൈഫ് എന്താണെന്ന് അറിയാത്തൊരു കാലം അതിലേക്ക് കടന്ന് വരുമ്പോൾ തന്നെ വലിയ പരീക്ഷണമായിട്ട് വലിയ ക്യാൻസർ പോലെയുള്ള രോഗം വരുന്നു. വേദനകൾക്കിടയിൽ നിന്നുകൊണ്ടും ജെസ്സിയ ആഷിക്കിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നു. മരണസമയത്ത് പോലും അവർ പറഞ്ഞത് നിങ്ങൾ വേറൊരു വിവാഹം കഴിക്കണം എന്ന്, അതുപോലെ ഈ നാട്ടിൽ എന്നെ കബറടക്കണം, എൻ്റെ ഉമ്മാക്കൊരു വീടൊരുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന കഥകളിലെ പ്രണയ കഥകളിലെ നായകന്മാരെക്കാളും നായികയേക്കാളും ശക്തമായിരുന്നു ജെസ്സിയ ആഷിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും തീവ്രമായ അനുരാഗത്തിലൂടെ കടന്നുപോയ ആളുകളാണ്. ഒരു പക്ഷേ അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു പരീക്ഷണം പോലും കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും അതിനൊക്കെ ക്ഷമയോടുകൂടി
നേരിട്ട് ഇപ്പോൾ ഈ ദിവസങ്ങൾക്ക് മുൻപാണ് നിക്കാഹ് കഴിഞ്ഞത്. അത് കാണുമ്പോൾ നമുക്കും വളരെ വലിയൊരു സന്തോഷം. എന്നാലും ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു വ്ളോഗറാണ് ആഷിഖ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളും ഒരു പക്ഷേ ആഷിഖിനെയൊക്കെ അന്ന് മുതൽക്ക് ഇന്ന് വരെ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും ഞാൻ. പക്ഷെ എന്നാലും നിലവിലെ ഈ ഫാമിലി വ്ളോഗേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ എന്താ പറയുക, ഹേറ്റേഴ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ വെറുപ്പിക്കാത്ത, ആളുകൾക്കൊരു എന്താ പറയുക ഇറിറ്റേഷൻ നൽകാത്ത ഒരു വ്ളോഗറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും. ഈ വീഡിയോ കാണുന്ന ആളുകൾ ആദ്യമായിട്ട് ആഷിഖിനെയും ജെസ്സിയെയും അറിയുന്ന ആളുകളായിരിക്കില്ല. അപ്പം എൻ്റെ മൈൻഡിലേക്കും നമ്മൾ ആഷിഖ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നൊരു മുഖം ജെസ്സിയയുടെ ആ ഒരു മുഖമാണ്. രണ്ട് മുഖങ്ങൾ വരും. ഒന്ന് അവരുടെ ആദ്യത്തെ വളരെ സുന്ദരമായ സന്തോഷത്തിൻ്റെ ഒരു മുഖവും, പിന്നീട് ആ ആശുപത്രി കാലത്തെ ദൈന്യതയുടെ മുഖവും. ഞാനിപ്പോഴും എൻ്റെ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചത് ജെസ്സിയ ആഷിഖ് എന്നുള്ള ആ ഒരു നമ്പറാണ്. ഇൻഷാ അല്ലാഹ് പുതിയ ലൈഫ്, പുതിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഇന്നത്തെ ഒരു ചോദ്യം, സംഘടിതമായ സകാത്ത് ഇസ്ലാമികപരമായിട്ട് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് ഫിഖിൻ്റെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ സംഘടിതമായ സക്കാത്തിൻ്റെ ഇസ്ലാമികപരമായ നിയമം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.